Dear students, today we will discuss about C programming lab for complementary paper. Okay. So ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. ഒരു നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിന്റെ ഫാക്ടോറിയൽ കാണാനുള്ള പ്രോഗ്രാമാണ്. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇപ്പോൾ 5 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. ഇതിന്റെ വാല്യൂ ആണ് 5 ഫാക്ടോറിയൽ. 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഓക്കെ, ആ വാല്യൂ അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും 7 ഫാക്ടോറിയൽ. അപ്പൊ അതിനുള്ള പ്രോഗ്രാമാണ് ചെയ്യുന്നത്. ഓക്കെ, പ്രോഗ്രാം എങ്ങനെ ചെയ്യാം? നമ്മളിവിടെ പ്രോഗ്രാം ചെയ്യുന്നത് ടെർബോ സി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് conio.h, ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യണം. ഒരു ലൈബ്രറി ഫംഗ്ഷൻസ് ആണ്. നമ്മൾ ഹെഡർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അതാണ് ഈ .h പറയുന്നത്. ഹെഡർ ഫയൽസ് ആഡ് ചെയ്യണം. stdio.h എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട് ഫംഗ്ഷൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ പ്രിന്റ് എഫ്, സ്കാൻ എഫ്, ഫോർ, ഇഫ് ഇതെല്ലാം വരുന്ന ഒരു ലൈബ്രറി ഫംഗ്ഷൻ ആണ് stdio.h. ഇത് നമ്മുടെ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ടെർബോ സി ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടെർബോ സിയിൽ തന്നെ ലിബ് എന്ന ഫോൾഡർ കാണാം. ആ ലിബ് എന്ന ഫോൾഡർ ലൈബ്രറി ഫംഗ്ഷൻ ആണ്. ഇതിൽ വളരെ വ്യക്തമായി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ട്. അതുപോലെ conio.h വരുന്നത് CLR, SCR, അതുപോലെ getch, ഇത് രണ്ട് വർക്ക് ചെയ്യാൻ നമുക്ക് conio.h വേണം. പിന്നെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആക്സസ് ചെയ്യുമ്പോൾ math.h കൊടുക്കും. സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ string.h കൊടുക്കും. അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കുന്നത് ഇതുപോലെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറന്റ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഈ ഒരു ഫംഗ്ഷൻസ് ലൈബ്രറി ഫംഗ്ഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വോയിഡ് മെയിൻ അല്ലെ, ഇവിടെ വെയിൻ എന്നുള്ള മെത്തേഡ് ഇവിടെ നിന്നാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. മെയിൻ മെത്തേഡ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോഗ്രാം തുടങ്ങുള്ളൂ, സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിനുശേഷം ടോപ്പ് ഡൗൺ അപ്രോച്ച് മുകളിൽ നിന്ന് താഴെ വരെ റൺ ചെയ്ത് പോകും 1 by 1 ആയിട്ട്. ദെൻ ഇൻഡ് i, f is equal to 1 num, 3 വാല്യൂസ് നമ്മൾ 3 വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൽ f is equal to 1 സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നില്ല, f is equal to എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. സം കാണുമ്പോൾ എപ്പോഴും സം ഈക്വൽ 0 നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സമയത്ത് എപ്പോഴും 1 ആണ് കൊടുക്കുക. ആ നമ്പറിനോട് കൂടെ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ തന്നെ കിട്ടും. അതുപോലെ ഏതൊരു നമ്പർ കൊണ്ടും ഈ ഒരു 1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ ആൻസർ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എഫ് മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ f is equal to 1 num, നമ്മൾ റൺ ചെയ്യുന്ന നമ്പറാണ് നം എന്ന് പറയുന്നത്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പ്രിന്റ് എഫ് എൻ്റർ നമ്പർ, ഒരു നമ്പർ എൻ്റർ ചെയ്ത് നമ്മൾ ആ നമ്പർ ഏതാണോ അതിന്റെ ഫാക്ടോറിയൽ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. സോ ആ നമ്പർ റീഡ് ചെയ്യണം. %d ഇൻഡിജർ ആയതുകൊണ്ട് %d കൊടുത്തു, നമ്പർ സ്റ്റോർ ചെയ്തു. ഓക്കെ അല്ലേ? ദെൻ ഈ ഒരു കണ്ടന്റ് നോക്കി, ഇതാണ് ഫാക്ടോറിയൽ കാണാം. വളരെ സിംപ്ലസ്റ്റ് പ്രോഗ്രാമാണ് ഫാക്ടോറിയൽ. ഇത്രയും ചെറിയ പ്രോഗ്രാം വേറെ അല്ലേ. ഓക്കെ, ദെൻ ഫോർ ലൂപ്പിലാണ് i is equal to 1, ഐയുടെ വാല്യൂ 1 ആക്കി സെറ്റ് ചെയ്തു. i ലെസ് ദാൻ is equal to അല്ലെങ്കിൽ ലെസ് ദാൻ ആ നമ്പർ വരെ നമുക്ക് റൺ ചെയ്തപ്പോൾ. ഓക്കെ, ദെൻ i പ്ലസ് പ്ലസ്. അപ്പോൾ ഐയുടെ വാല്യൂ ഫസ്റ്റ് നമ്മൾ റിപ്പയർ ചെയ്തു. ദെൻ ഐന്റെ വാല്യൂ മാക്സിമം വാല്യൂ ആ നമ്പർ വരെ പോകും. കാരണം ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5ന്റെ ഫാക്ടോറിയൽ ആണെങ്കിൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1, അത് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5, ആ ഒരു വാല്യൂ വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഫസ്റ്റ് 1 ചെക്ക് ചെയ്ത്. 1 ചെക്ക് ചെയ്യുമ്പോൾ ഇതുവരെ ഇവിടെ വെത്തും. f is equal to f star i, f ഇൻറ്റു ഐ എന്ന് കിട്ടും. ഫസ്റ്റ് എഫിന്റെ വാല്യൂ നമുക്ക് 1 ആയിരുന്നു. 1 എന്നുള്ള കണ്ടന്റ് ആയിരുന്നു എഫിന്റെ വാല്യൂ അല്ലെ. സോ 1 is equal to 1 into 1, ഇങ്ങനെ കണ്ടന്റ് വരും. 1 into 1 എന്നാണ് ഡാറ്റ അവിടെ സ്റ്റോർ ചെയ്യും. 1 തന്നെ കിട്ടും അല്ലെ, അത് എവിടെ സ്റ്റോർ ചെയ്യും? ഈ എഫിൽ സ്റ്റോർ ചെയ്യും. 1 വാല്യൂ എഫിൽ സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് കേസ് 2 ആവും. 2 ആകുമ്പോൾ എന്ത് കിട്ടും? 2 ആവുന്ന കേസിൽ is equal to എന്ത് വരും? എഫിന്റെ വാല്യൂ 1 ആയിരുന്നു അല്ലെ, 1 into 2 എന്ന് കിട്ടും. 1 into 2, അപ്പൊ എന്ത് വാല്യൂസ് കിട്ടും? 2 കിട്ടും. 2 എവിടെ സ്റ്റോർ ചെയ്യും? എഫിൽ സ്റ്റോർ ചെയ്യും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കേസ് നോക്കിയേ, is equal to f into i, ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും, 3 ആവും. എഫ് ഓൾറെഡി എന്തായിരുന്നു ഇപ്പോൾ വാല്യൂ? 2 ആയിരുന്നു. സോ അപ്പോൾ വാല്യൂ സ്റ്റോർ ചെയ്യും 2 into 3, 6 ആയിരിക്കും അവിടെ വാല്യൂ സ്റ്റോർ ചെയ്ത് കിട്ടുക. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് കേസ് എന്ത് വരും? ഈസ് ഈക്വൽ ടു എഫിന്റെ വാല്യൂ ഓൾറെഡി നമുക്ക് എന്താ കിട്ടുന്ന വാല്യൂ? 6 ആണ്. 6 വാല്യൂ ഓൾറെഡി അവൈലബിൾ ആണ്. ദെൻ ഇൻറ്റു ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുന്നുണ്ടാവും i, 3 ഉള്ളത് 4 ആയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എത്ര കിട്ടും? 4 into 6 എത്ര കിട്ടും? 24 അവിടെ ഡിസ്പ്ലേ ചെയ്തത്. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് കേസ് is equal to എഫിന്റെ വാല്യൂ 24 ആണ്, ഇൻറ്റു 5 ആണ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ 5. ഒന്ന് i ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും, 5 കിട്ടും.
So 5 into 24 it is 120 answer കിട്ടി 120. So 5 ന്റെ ആണ് നമ്മൾ ഫാക്ടോറിയൽ കാണുന്നെങ്കിൽ 120 ഇവിടെ കിട്ടി. ഇനി ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ഇൻക്രിമെന്റ് 6 വരും. 6 വന്ന അവിടെ എന്തായി വയലേറ്റ് ചെയ്തു അല്ലേ? നമ്പർ വരെ ചെയ്താൽ മതി. ഏതാ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത 5 ആയിരുന്നു. 5 വരെ അപ്പർ ലിമിറ്റിൽ പോയാൽ മതി. പിന്നെ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 5നേക്കാൾ 6 ആയി. 6 ആകുമ്പോൾ ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കും. ഇവിടെ വരും ഫാക്ടോറിയൽ ഓഫ് 5 ഈസ് എന്തുകൊണ്ട് ആ എഫിലെ വാല്യൂ പ്രിന്റ് ചെയ്യും. എഫിലെ വാല്യൂ എത്രയാ 120. അതാ പ്രിന്റ് ചെയ്യും. റൺ ചെയ്ത് നോക്കാം. ഉണ്ടോ? എൻ്റർ ചെയ്യാൻ നമ്പർ നമ്മൾ 5 എന്ന് എൻ്റർ ചെയ്യും 120. വേറെ നോക്കാം 6 ഉണ്ടോ 720 7 50 40 ഓക്കെ. നമുക്കൊരു 12 വരെയൊക്കെ റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ 12 കൊടുക്കുമ്പോൾ വലിയ വാല്യൂ കിട്ടും. അപ്പൊ ഇൻഡിജറിൽ നിൽക്കില്ല. നമ്മൾ എന്ത് ചെയ്യും ഇൻഡിജറിന്റെ വാല്യൂ മാറ്റി കൊടുക്കാം. ഏതാ ലോങ് ഇൻഡ് കൊടുക്കാം അല്ലെ? ലോങ് ഇൻഡ് കൊടുത്ത വലിയൊരു വാല്യൂ ആണ് കിട്ടും. ലോങ് ഇൻഡ് നമ്മളിവിടെ പെർസെൻറ്റേജ് ഡിക്ക് പകരം എന്ത് കൊടുക്കാം LD കൊടുക്കാം. LD ലോങ് ഇൻഡിജർ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ LD കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. 12 ലോങ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ കറക്റ്റ് വലിയ വാല്യൂ കിട്ടി. ഇത്രയും വലിയ വാല്യൂ വരുന്നതുകൊണ്ട് ആ ഇൻഡിജർ എന്ന് പറഞ്ഞാൽ നമുക്ക് 32,000 സംതിങ് ആണ് ഇൻഡിജർ വാല്യൂവിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനേക്കാൾ വലിയ വാല്യൂ സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത്രയും മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ഫാക്ടോറിയൽ കാണുമ്പോൾ അത്രയും വലിയ വാല്യൂ വരുന്നതുകൊണ്ടാണ് അത് കിട്ടാത്തത്. ക്ലിയർ? സോ നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.